അരുൺ സോളമൻ ചേരുകയാണ്. അരുൺ, 7367 പേരെ പാർപ്പിക്കേണ്ട ഇടത്താണ് 10375 തടവുകാരുള്ളത്. അപ്പോൾ ഇത്രയധികം തടവുകാരുണ്ടെങ്കിൽ അവരെയൊക്കെ നിരീക്ഷിക്കാൻ കഴിയുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യം കൂടി ഉണ്ടല്ലോ. റോഷ്നി, തീർച്ചയായിട്ടും. കാരണം ഇത് വലിയൊരു പ്രശ്നമാണ്. ഇതൊരു ആഭ്യന്തര വകുപ്പിന് കീഴിൽ പലപ്പോഴായിട്ട് ചർച്ചകൾ നടന്നു, പല റിപ്പോർട്ടുകൾ തേടി. പക്ഷേ ഇതിനൊന്നും തന്നെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഗോവിന്ദചാമി ജയിലിൽ ചാടിയപ്പോഴാണ് ജയിലിലെ ഉദ്യോഗസ്ഥർ പോലും ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ് ഏറ്റവും ഖേദകരം. മറ്റൊന്ന്, ഈ ജയിലിൽ ഒരു പ്രതിക്ക് കിടക്കാൻ വേണ്ട സ്ഥലമെന്ന് പറയുന്നത് 3.82 ചതുരശ്ര സെന്റിമീറ്ററാണ്. അതായത് അയാളുടെ പാവിരിച്ച് കിടക്കുന്ന സ്ഥലം മാത്രമാണ്. ഇതിൽ തന്നെ അതീവ സുരക്ഷാ ജയിലുകളുണ്ട്. അവിടെ തന്നെ ആ സെല്ലുകളിൽ കഴിയുന്ന പ്രതികൾക്ക് പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ എപ്പോഴും വേണ്ടതാണ്. ഇതിൽ സംസ്ഥാനത്ത് തന്നെ റോഷ്നി സൂചിപ്പിച്ചതുപോലെ 7367 പ്രതികളുള്ള സ്ഥലത്ത് ഇപ്പോൾ 35 മുതൽ 40% അധികം പ്രതികൾ ഇപ്പോൾ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് മനുഷ്യാവകാശ ലംഘനം കൂടിയാണ്. മറ്റൊന്ന്, ഇതിൽ പറയേണ്ടുന്ന എടുത്തു കാരണം, ഈ പ്രതികളെ നോക്കേണ്ടുന്ന ഉദ്യോഗസ്ഥർ പ്രധാനമായിട്ടും അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരുണ്ട്, അതിനപ്പുറം ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർമാരുണ്ട്. 6 പ്രതികൾക്ക് ഒരു അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന നിലയിൽ 5187 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാർ നമ്മുടെ സംസ്ഥാനത്തെ ജയിലുകളിൽ വേണ്ട ഇടത്താണ്. ഇപ്പോൾ അതിൽ 4-1 പോലും ഇല്ലാത്തൊരു അവസ്ഥയാണ്. അതായത് 1284 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരാണ് ഇന്നിപ്പോൾ ഈ പ്രതികളെ ഒക്കെയും നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണ് നിൽക്കുന്നത്. അതായത് ഈ ഉദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദം, അതിനപ്പുറം 24 മണിക്കൂറും ജോലി ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഉദ്യോഗസ്ഥരുടെ ജോലിയുടെ രീതി മാറി. കാരണം ഈ 10375 പ്രതികളെ നോക്കാനായിട്ട് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാർക്ക് 3 ഷിഫ്റ്റുകൾ അനുവദിച്ചിട്ടുണ്ട്. 3 ടേണുകളായിട്ടാണ് ഈ ഉദ്യോഗസ്ഥർ ജോലി ചെയ്യേണ്ടത്. പക്ഷെ പലപ്പോഴും അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് പല ഉദ്യോഗസ്ഥരും നമ്മൾ തിരക്കിയപ്പോൾ അറിയാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർമാരുടെ കാര്യമാണ്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എത്രയാണോ അതിൽ 3 വിഭാഗം ഉദ്യോഗസ്ഥർ നമ്മുടെ ജയിലുകളിൽ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർമാരുടെ തസ്തികയിൽ ഉണ്ടായിരിക്കണം. പക്ഷേ ഇവിടെ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർമാർ 1784 പേര് വേണ്ടയിടത്ത് ഇപ്പോൾ നിലവിലുള്ളത് 447 തസ്തിക മാത്രമാണ്. അപ്പോൾ 447 ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർമാരാണ് ഇന്ന് ഈ പ്രതികളെയൊക്കെയും നോക്കുന്നു എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. ഒരു പ്രതി ജയിലിൽ നിന്ന് ചാടിയാൽ ആദ്യം പഴി കേൾക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ കുറ്റം കേൾക്കേണ്ടി വരുന്നത് ഈ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, അതിനപ്പുറം ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ. ഏറ്റവും ഒടുവിലാണ് സൂപ്രണ്ടിന് അത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകേണ്ടി വരുന്നത്. ഇവിടെ ആരാണ് കുറ്റക്കാർ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. കഴിഞ്ഞ എത്ര വർഷമായി ഈ തസ്തികകളൊക്കെ ഒഴിഞ്ഞു കിടക്കുമ്പോഴും എന്തുകൊണ്ടാണ് പുതിയ റിക്രൂട്ട്മെന്റ് നടത്താത്ത ഒരു ചോദ്യം വീണ്ടും അവശേഷിക്കുന്നു. ഇവിടെ എടുത്ത് ചൂണ്ടിക്കാണിക്കേണ്ടുന്ന ഒരു ചോദ്യം, ഈ അടുത്ത കാലത്ത് പോക്സോ വകുപ്പ് വന്നു. പോക്സോ പ്രതികൾ ഒരു ജയിലിൽ വരുമ്പോൾ ആ പ്രതികൾക്ക് പ്രത്യേകമായിട്ടുള്ള കരുതലും അവരുടെ നിരീക്ഷണവും വേണം. ഏറ്റവും എടുത്ത് സൂചിപ്പിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ഗുണ്ട ആക്ട് പ്രകാരം വരുന്ന പ്രതികളുണ്ട്, വിചാരണ കാത്തുകിടക്കുന്ന പ്രതികളുണ്ട്, റിമാൻഡ് കാലാവധിയിൽ കിടക്കുന്ന പ്രതികളുണ്ട്. ഇവരൊന്നും തന്നെ കുറ്റക്കാരല്ല. കോടതി അന്തിമമായി വിധിക്കുമ്പോൾ മാത്രമാണ് അവർ കുറ്റം ചെയ്തതായി തെളിയുന്നത്. റിമാൻഡ് കാലാവധി കഴിയുന്ന പ്രതികൾ ഈ മാരകമായിട്ട്, അതായത് അതീവ സുരക്ഷാ ജയിലിൽ കിടക്കുന്ന വലിയ കുറ്റങ്ങൾ ചെയ്ത പ്രതികൾക്കൊപ്പം കഴിയുമ്പോൾ അവർ തിരിച്ചിറങ്ങുന്നത് വലിയൊരു കുറ്റവാളിയായിട്ടാണെന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള കാര്യം കൂടി ഇവിടെ ഈ അവസരത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. റോഷ്നി, അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്. ജയിലുകളിൽ തടവുകാർ നിറഞ്ഞു കവിയുകയാണ്. അത് ജയിൽ സുരക്ഷയെ തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്.